ഉൽപ്പത്തി 3-ാം അധ്യായം. ദൈവമായ കർത്താവ് ഉരുവാക്കിയ എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കാൻ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, അതിൽ തൊടുകയുമരുത് എന്നു ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും മരിക്കുകയില്ല. കാരണം അതിൽ നിന്ന് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ആ വൃക്ഷം ഭക്ഷിക്കാൻ ഉപയുക്തവും കണ്ണുകൾക്ക് ആകർഷകവുമാണെന്ന് സ്ത്രീ കണ്ടു. ആ വൃക്ഷം അറിവേകാൻ പര്യാപ്തവുമായിരുന്നു. അവൾ അതിൻ്റെ ഫലത്തിൽ നിന്ന് എടുത്തു ഭക്ഷിച്ചു. തന്നോടൊപ്പമുണ്ടായിരുന്ന ഭർത്താവിനും അവൾ നൽകി, അവനും ഭക്ഷിച്ചു. അപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി തങ്ങൾക്കായി അരക്കച്ചയുണ്ടാക്കി. സായാഹ്നക്കാറ്റിൽ തോട്ടത്തിൽ ഉലാത്തുന്ന ദൈവമായ കർത്താവിൻ്റെ ശബ്ദം അവർ കേട്ടു. മനുഷ്യനും അവൻ്റെ ഭാര്യയും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ദൈവമായ കർത്താവ് മനുഷ്യനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായിരുന്നതിനാൽ ഭയപ്പെട്ടുപോയി, അതുകൊണ്ട് ഞാൻ ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ഭക്ഷിക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിച്ചുവോ? മനുഷ്യൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ, അവളാണ് വൃക്ഷത്തിൽ നിന്നുള്ള ഫലം എനിക്ക് നൽകിയത്. ഞാൻ അത് ഭക്ഷിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണീ ചെയ്തത്? സ്ത്രീ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ ഭക്ഷിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇതു നീ ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ ഉരസ്സുകൊണ്ട് ഇഴഞ്ഞു നടക്കും, നിന്റെ ജീവിതകാലമത്രയും പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ ദംശിക്കുകയും ചെയ്യും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ തീർച്ചയായും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. എന്നാലും നിന്റെ അഭിലാഷം നിന്റെ ഭർത്താവിലായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ സ്വരം കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന മരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. നിന്റെ ആയുഷ്കാലം മുഴുവൻ അധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് ഭക്ഷിക്കും. അത് മുള്ളും മുൾച്ചെടിയും നിനക്കായി മുളപ്പിക്കും. നീ വയൽച്ചെടികൾ ഭക്ഷിക്കും. നീ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് അതിലേക്ക് മടങ്ങുന്നതുവരെ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കും. എന്തെന്നാൽ നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഹവ്വ എന്നു പേര് വിളിച്ചു. കാരണം അവൾ ജീവനുള്ള എല്ലാറ്റിൻ്റെയും മാതാവാണ്. ദൈവമായ കർത്താവ് ആദത്തിനും അവൻ്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി, അവരെ ധരിപ്പിച്ചു. അനന്തരം ദൈവമായ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ഇതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിലൊരുവനെപ്പോലെ ആയിരിക്കുന്നു.
ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് നിത്യം ജീവിക്കുന്നവനാകാൻ ഇടയാകരുത്. എവിടെ നിന്ന് അവൻ എടുക്കപ്പെട്ടുവോ ആ മണ്ണിൽ അധ്വാനിക്കേണ്ടതിന് ദൈവമായ കർത്താവ് അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിൻ്റെ വഴി കാക്കാൻ അവിടുന്ന് കെരൂബുകളെ എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ വാളുമായി ഏദൻ തോട്ടത്തിന് മുമ്പിൽ കാവൽ നിർത്തി.